പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെ മധ്യസ്ഥത്തില് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നൊവേന ദിവസങ്ങളില് ഞങ്ങളുടെ മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന കൃപകളെ ഓർത്ത് മോണിക്ക പുണ്യമതിയിലൂടെ അഗസ്തീനോസിനിലേക്കും ആ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ കൃപകളിലൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് അവിടെ നിയോഗങ്ങള്, പ്രാർത്ഥനകള്, അവസ്ഥകള് എല്ലാം പരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തില് മോണിക്ക പുണ്യമതിയിലൂടെ അഗസ്തീനോസിൻ ജീവിതത്തിൽ ഇടപെട്ട പോലെ ഞങ്ങളിലൂടെ, ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 7-ാം ദിവസത്തില് ഞങ്ങൾ ഒരുമിച്ച് ഈ നൊവേനയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മോണിക്ക പുണ്യവതി, അങ്ങ് ഒരിക്കൽ ധൂർത്തനായ ഒരു മകന്റെ ദുഃഖിതയായ അമ്മയായിരുന്നു. വിശ്വാസത്തിലും പ്രാർത്ഥനയിലുമുള്ള അങ്ങയുടെ വിശ്വസ്തത അങ്ങയെയും അങ്ങയുടെ മകനെയും ദൈവത്തോട് വളരെ അടുപ്പിച്ചു. അങ്ങ് ഇപ്പോൾ നിത്യതയിൽ അവനോടൊപ്പമുണ്ട്. അങ്ങയുടെ മധ്യസ്ഥതയാലും ദൈവകൃപയാലും അങ്ങയുടെ മകൻ അഗസ്തീൻ സഭയുടെ മഹത്തായ ഒരു വിശുദ്ധനായി. അങ്ങയുടെ മകനു വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ച അതേ തീക്ഷ്ണതയോടെയും വേദനയോടെയും സ്ഥിരോത്സാഹത്തോടെയും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും ശരണത്തോടും കൂടെ വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെ മാതൃകയില് കർത്താവിന്റെ തിരുസന്നിധിയില് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ മോണിക്ക പുണ്യമതി വഴിയായി എല്ലാ കൃപകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ. വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ. ലോകാരൂപിക്ക് അടിമപ്പെട്ട് ലോകത്തിന്റെ സിനിമ, ലോകത്തിന്റെ കൂട്ടുകെട്ട്, ലൗകികമായ കാര്യങ്ങള്, ദൈവഭയമില്ല, വിശുദ്ധിയില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യവുമില്ലാതെ ലോകാരൂപിക്ക് അടിമപ്പെട്ട് നശിച്ച് അടങ്ങി ഒടുങ്ങിക്കൊണ്ടിരിക്കുന്ന, എന്നിട്ടും കണ്ണ് കാണാൻ പറ്റാത്ത വിധം കണ്ണ് കെട്ടപ്പെട്ട് സാത്താനാൽ ബന്ധിക്കപ്പെട്ട് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് മോണിക്ക പുണ്യമതി അതിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കളെ കർത്താവിലേക്ക് തിരിച്ചു വരാൻ കൃപ നൽകാൻ പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ. വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ പറ്റാത്ത വിധം തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കൾ, ജീവിത പങ്കാളിയെ ലഭിക്കാൻ ഇടയാകാത്ത വിധത്തിലുള്ള തടസ്സങ്ങൾ. ഇനി ചില മക്കൾക്കെങ്കിലും വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം വേണ്ട, അതിന് മനസ്സില്ല. ഒരു കുടുംബജീവിതത്തിനോ ഒരു ഭാര്യയാകാനോ ഒരമ്മയാകാനോ മനസ്സില്ലാതെ പോയ മക്കൾ, അങ്ങനെയുള്ള മക്കളുണ്ട്. വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ജീവിതാന്തസ്സിലേക്ക് എല്ലാ മക്കളെയും അനുഭവിക്കണമേ എന്നും തടസ്സങ്ങൾ നേരിടുന്ന മക്കളുടെ തടസ്സങ്ങൾ എടുത്തു മാറ്റി ഞങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് വലിയ തീക്ഷ്ണതയോടെ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തില് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ. വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ. സ്വന്തം ശരീരത്തെ
ദേവാലയമായി കണ്ട് അതിനെ സ്നേഹിക്കാതെ, ആരോഗ്യത്തിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിക്കാതെ, അലസമായി, അശ്രദ്ധമായി, മ്ലേച്ഛമായി ശരീരത്തോട് പെരുമാറുന്ന അനേക മക്കള്, സ്വന്തം ശരീരത്തെ പാപത്തിന് വിട്ടുകൊടുക്കുന്നവര്, പാപത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റി അനേക മക്കളുടെ സുഖഭോഗത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന മക്കള്, മദ്യത്തിന്, ലഹരിക്ക്, വ്യഭിചാരത്തിന്, മ്ലേച്ഛപാപങ്ങൾക്ക്, മോശമായ വസ്ത്രധാരണത്തിന് വിട്ടുകൊടുക്കുന്ന മക്കള്, ദൈവാലയത്തെ കുറിച്ചുള്ള ചിന്തയില്ലാതെ ശരീരത്തെ മലിനമാക്കുന്ന മക്കള്, എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ദേവാലയങ്ങളെ പോലെ ശരീരത്തെ കാണാനും സ്നേഹിക്കാനും വിശുദ്ധിയിൽ വളർത്താനും കാത്തു സൂക്ഷിക്കാനും വേണ്ട വലിയ അഭിഷേക കൃപ നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. അനേകരുടെ ശാപം പേറുന്ന മക്കൾ, മാതാപിതാക്കൾ ശപിച്ചു, കുടുംബക്കാര് ശപിച്ചു, അധ്യാപകര് ശപിച്ചു, അധികാരികള് ശപിച്ചു, അങ്ങനെ അനേക പേരുടെ ശാപം പേറുന്ന മക്കളുണ്ട്. ജയിലിൽ കിടക്കുന്ന മക്കള്, വെളുതിച്ചു പോയ മക്കള്, പാപത്തിന് അടിമപ്പെട്ടു പോയ മക്കള്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, അങ്ങനെയുള്ള മക്കള് പാവപ്പെട്ട മക്കളാ, നമ്മുടെ മക്കളല്ലേ. മക്കളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയെ അതിൽ നിന്നൊക്കെ അവർക്ക് ആവശ്യമായ മാനസാന്തരം നൽകി, തിരിച്ചു വരവ് നൽകി, ശാപമായി പോയ മക്കള് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവേ അങ്ങയുടെ വലിയ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തില് ഇങ്ങനെയുള്ള എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് വലിയ വേദനയോടും കണ്ണുനീരോടും കൂടി പ്രാർത്ഥിക്കാം. മക്കളെ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. ജയിലിൽ കഴിയുന്ന മക്കള്, മാനസിക രോഗ ആശുപത്രിയില് ചില ജയിലറകൾ പോലെ മുറിക്കുള്ളിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന മക്കള്, ലഹരിക്ക് അടിമപ്പെട്ട് പല പല കേസുകളിൽപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം കെട്ടപ്പെട്ടു പോയ മക്കൾ, അതോടൊപ്പം തന്നെ ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട മക്കള് ഒത്തിരിയുണ്ട്. എല്ലാവരും ജയിലിൽ കിടക്കുന്നവര്, അല്ലെങ്കിൽ ഈ മാനസിക രോഗാശുപത്രിയിലൊക്കെ കിടക്കുന്ന മക്കള് തെറ്റുകൊണ്ടല്ല, തെറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ പേടിച്ചും വിറച്ചും ഉണ്ടായ ചില മാനസിക പീഡകള്, ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ പീഡിപ്പിക്കപ്പെട്ടു, മറ്റുള്ളവരെ ഉപദ്രവിക്കപ്പെട്ടു, ദുരുപയോഗിക്കപ്പെട്ടു, പാപത്തിലേക്ക് നയിക്കപ്പെട്ടു, പ്രേരിപ്പിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു, അങ്ങനെ വീണുപോയ പെട്ടുപോയ അനേക മക്കളുണ്ട്. സ്വയങ്ങളുടെ കരങ്ങളിലേക്ക് അങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുരുപയോഗിക്കപ്പെട്ട മക്കള്, പാപത്തിലേക്ക് നയിക്കപ്പെട്ട മക്കള്, സാഹചര്യം കൊണ്ട് അതിലേക്കൊക്കെ വീണുപോയ മക്കള്, ഗുണ്ടാ സംഘത്തിലും കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ടുപോയ മക്കള്, എല്ലാ മക്കൾക്കും വേണ്ടി കർത്താവേ ഞങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തില് ഇങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വേദനിക്കുന്ന യുവദമ്പതിമാരുണ്ട്. മക്കളുടെ വേദന കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണം. കൃപ നിറഞ്ഞ വിശുദ്ധിയുള്ള ജീവിതങ്ങളായി മാറി ആ വിശുദ്ധിയുടെ നിറവിൽ നിന്ന് വിശുദ്ധിയുള്ള മക്കൾക്ക് ജന്മം കൊടുത്ത് മാതാപിതാക്കളായി തീരാനുള്ള കൃപ മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാർക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്തില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. മക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ നിയോഗങ്ങള് നമുക്ക് സമർപ്പിക്കാം. ആയിരക്കണക്കിന് മക്കളാണ് ഈ നൊവേനയെ പങ്കെടുത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് കണ്ണുനീരോടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. സ്വർഗീയ പിതാവേ, ദിവികാന സന്നദ്ധിയില് അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് തിരുക്കുടുംബത്തോടും വിശുദ്ധ മോണിക്ക പുണ്യവതിയോടും അഗസ്തീനോസിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെല്ലാം സ്വീകരിച്ച് സ്വർഗത്തിൽ നിന്ന് കൃപകൾ ചൊരിഞ്ഞ് അഭിഷേകം ചൊരിഞ്ഞ് നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നൽകപ്പെട്ട ഈ തിരുക്കുമാരനിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും രക്ഷയും സമാധാനവും സൗഖ്യവും വിടുതലും നൽകി
അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. വ്യക്തിപരമായി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വലിയ മാതൃകയും മധ്യസ്ഥയുമായ വിശുദ്ധ മോണിക്ക പുണ്യവതി, അങ്ങയുടെ ആവശ്യങ്ങൾ, ഉത്കണ്ഠങ്ങൾ, സങ്കടങ്ങളെല്ലാം ദൈവത്തിന്റെ കരുണയിലും കരുതലിലും അങ്ങ് പൂർണ്ണമായും പരമേൽപ്പിച്ചു. ദുഃഖത്തിലൂടെയും വേദനയിലൂടെയും അങ്ങയെ തന്നെ നിരന്തരം ദൈവത്തിന് സമർപ്പിച്ചു. ദൈവത്തിന്റെ നന്മയിലും കാരുണ്യത്തിലും അങ്ങയെ പോലെ വലിയ ആഴത്തിലുള്ള വിശ്വാസത്തിലും ശരണത്തിലും ഞങ്ങൾ അങ്ങയോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാറ്റിലും ഉപരിയായി പ്രിയപ്പെട്ട മോണിക്ക പുണ്യവതി, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും വിശുദ്ധ അഗസ്തീനോസിനെ പോലെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവമഹത്വത്തിനായി വലിയ വിശുദ്ധരായി തീരട്ടെ. മകൻ ഇടറി വീഴുമ്പോൾ പിടഞ്ഞെണീക്കാൻ കൈത്താങ്ങായി സഞ്ചരിച്ച നല്ല അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന് മുഴുവൻ അങ്ങ് മധ്യസ്ഥയും സഹായവുമായിരിക്കണമേ. മക്കളുടെ നല്ല ജീവിതം സ്വപ്നം കാണാനും അതിനൊപ്പം അതിനുവേണ്ടി മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാനും അമ്മയുടെ മാതൃക ഞങ്ങൾക്കും അനേകർക്കും പ്രചോദനമേകട്ടെ. നല്ല അമ്മേ, ഞങ്ങളുടെ മക്കളുടെ അമ്മയായി നിന്ന് പരിശുദ്ധ അമ്മയോട് ഞങ്ങളുടെ മക്കൾക്കായി മധ്യസ്ഥം യാചിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദിവ്യാനുസന്നതിയില് 7-ാം ദിവസത്തില് നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മക്കളുടെ മേലും കർത്താവ് വലിയ കൃപ ചൊരിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും നമ്മുടെ മക്കളുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടും യൗസേപ്പ് പിതാവിനോടും എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും ഒക്കെ ചേർന്ന് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെയും അഗസ്തീനോസിന്റെയൊക്കെ പ്രത്യേക മാധ്യസ്ഥം അതുപോലെ അനുഭവിച്ചുകൊണ്ട് വിശ്വാസത്തോടും ശരണത്തോടും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇരുകരങ്ങളും ഉയർത്തി ഈശ്വരാശീർവാദം നന്ദിയോടെ സ്വീകരിക്കാം മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.